ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത് വാക്യം. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക എന്നുള്ള വാക്യമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് വിവേകത്തോടുകൂടി ആത്മസാന്നിധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യപ്പെടുകയുള്ളൂ. അത് നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ സഭകളോട് പറഞ്ഞത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതായ വാക്കുകളാണ്. ആ കേൾവിക്കാർക്ക് ചെവി ഇല്ലാത്തതുകൊണ്ട് അല്ല ആ വാക്കുപയോഗിച്ചത്. മനസ്സോടുകൂടി കേൾക്കുന്ന, വിവേകത്തോടുകൂടി കേൾക്കുന്ന, യാഥാർത്ഥ്യബോധത്തോടുകൂടി കേൾക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ദൈവത്തിൻ്റെ വചനം പ്രയോജനപ്രദമായി തീരുകയുള്ളൂ എന്നുള്ള ആഴമായ ബോധ്യപ്പെടുത്തൽ ആ ചിന്തയ്ക്കകത്ത്, ആ വാക്കുകൾക്കകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ശബ്ദം കേട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ആ സ്ഥലത്തേക്ക് ഓടിക്കൂടി. ജനം ഓടിക്കൂടുന്നത് കണ്ടിട്ട് പത്രോസ് അപ്പോസ്തോലന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ആധികാരികമായി സംസാരിച്ചു. ആ വചനം കേട്ടവരിൽ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് പത്രോസിനോട് ഞങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതായ ആളുകളെ കാണുവാൻ കഴിയുന്നുണ്ട്. അവരോട് രക്ഷയ്ക്കുള്ള മാർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ കേൾക്കുവാനും അംഗീകരിപ്പാനും അതനുസരിച്ച് ജീവിപ്പാൻ വേണ്ടി സ്വയം സമർപ്പിക്കപ്പെടുവാനും ഇടയായിത്തീർന്നത് 3000-ഓളം ആളുകളായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, കേട്ടവർ അനേകരാണ്, എന്നാൽ അത് കേൾക്കേണ്ടതുപോലെ കേൾക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർ കുറച്ചായിരുന്നു എന്നും ആ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വായിക്കുക, കേൾക്കുക എന്നത് നന്നായിരിക്കുന്നു, നല്ല കാര്യമാണ്. എന്നാൽ അത് വിവേകത്തോടുകൂടി ആത്മസാന്നിധ്യത്തോടുകൂടി കേൾക്കുവാനും അതനുസരിച്ച് അതിനെ അംഗീകരിപ്പാനും അതിനനുസരിച്ച് നാം ജീവിപ്പാനും ഇടയാകുമ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതെന്ന് നാം മറന്നുപോകരുത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 5, 6, 17 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ വാക്കുകൾക്കകത്തും ഓർമ്മപ്പെടുത്തുന്നത്, പൗലോസ് നീ ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്നവനോട് പറയുകയാണ്. ആ വാക്ക് കേട്ടിട്ട് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അനന്യാസ് നിൻ്റെ വീട്ടിൽ വരുമെന്നും അവൻ പറയുന്നത് നീ കേൾക്കണമെന്നും പറയുന്നുണ്ട്. ആ വാക്കുകൾ പൂർണ്ണമായി കേൾക്കുവാനും അനുസരിക്കുവാനും മനസ്സ് കാണിച്ചതുകൊണ്ടാണ് പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ, വലിയ മാറ്റങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിനു വേണ്ടി താൻ പ്രയോജനപ്പെടുവാൻ അത് കാരണമായി തീർന്നത് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക എന്നതിനപ്പുറത്ത് നാം വിവേകത്തോടെ, ആത്മനിറവോടെ, ആത്മസാന്നിധ്യത്തോടെ അത് ചെയ്യുവാൻ വേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ജീവിപ്പാൻ കഴിയുകയുള്ളൂ. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വിവേകത്തോടെ, പരിശുദ്ധാത്മസാന്നിധ്യത്തോടെ ദൈവത്തിൻ്റെ വചനം വായിപ്പാനും പഠിപ്പാനും അതിനെ അനുസരിപ്പാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ദൈവവചന ചിന്ത കേൾക്കുന്നവരുടെ മേൽ ദൈവം പകരണമേ. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.